പിന്നെ ഹസ്ബൻഡ് ഒരു പാക്കറ്റ് നിലക്കടല കൊടുക്കുന്നുണ്ടായിരുന്നേ. എന്നും ചോദിക്കാൻ എൻ്റെ അടുത്ത് ഇതെന്തെങ്കിലും ഒന്ന് ചെയ്തു തരുമോയെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന്. ഞാൻ ഈ ഒരു നിലക്കടല ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, പെരുംജീരകപ്പൊടി, കായംപൊടി, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില അരിഞ്ഞത് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കടലമാവും അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ തളിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാനേ പാടുള്ളൂ കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മാവ് അതിൽ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി വറുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറിലോ ഇത് നിരത്തി വയ്ക്കാം. അപ്പം ഇനി ഞാനിത് വറുത്തെടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ സൺപ്യൂറിൻ്റെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി എണ്ണ നന്നായി ചൂടായ ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടല അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രം ഇളക്കി കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കോട്ടിംഗ് ഒക്കെ ഇളകി പോകും കേട്ടോ. ഇനി ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി ടേസ്റ്റിലുള്ള മസാല കടല ഇവിടെ റെഡി ആയിട്ടുണ്ട്.